വെനിസ്വേലയിലെ ഭരണാധികാരി ഏകാധിപതിയായിരുന്നു എന്നുള്ളത് അമേരിക്കയുടെ വാദമായിരുന്നു, അല്ലെങ്കിൽ ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട വാദമായിരുന്നു. ഒരു ഏകാധിപതിയെ മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ ഒരു സാമ്രാജ്യത്വം അവിടെ സ്ഥാപിക്കുന്നതുകൊണ്ട് വെനിസ്വേലൻ ജനതയ്ക്ക് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല, ലോകത്തിനും ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ത്യയുടെ നിലപാട് എനിക്ക് വ്യക്തിപരമായി സംതൃപ്തി നൽകുന്ന ഒരു നിലപാടല്ല. ഒരു വശത്ത് അമേരിക്കയെ പ്രീണിപ്പിക്കുക എന്നൊരു നയമാണ് നമ്മൾ നടപ്പാക്കുന്നത്. ട്രംപ് ഓരോ ദിവസം പോകുന്തോറും കൂടുതൽ അഗ്രസീവായിട്ടുള്ള നടപടികൾ എടുക്കുകയാണ്. ഇതെല്ലാം ഒരു ഇമ്പീരിയലിസ്റ്റ് കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. എൻ്റെ ഒരു കണക്കുകൂട്ടൽ, ട്രംപിന് ഗ്രീൻലൻഡ് ഇൻവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഡ്രഗ്സ് തടയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ അമേരിക്കയ്ക്കുള്ളിലാണ് വേണ്ടത്. ഇത് എത്ര വലിയ ഏകാധിപതിയായിരുന്നാലും ഒരു പ്രസിഡന്റ് ചെയ്യുന്ന കാര്യമല്ല ഡ്രഗ് സ്മഗ്ലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലോകമെമ്പാടും അസ്ഥിരത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓയിൽ വെൽത്ത് തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. മുഴുവൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനും നൽകുന്ന ഒരു സന്ദേശമാണ്. അതോറിറ്റേറിയനിസം വലിയൊരു തിരിച്ചുവരവ് ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നടത്തിയിരിക്കുകയാണ്. ഡെമോക്രസി ഒരു റിസഷനിലാണ്. വിദേശകാര്യ വിദഗ്ധനും മുൻ അംബാസഡറുമായ വേണു രാജാമണിയാണ് റൈറ്റ് അവറിൽ. സ്വാഗതം. വെനസ്വേലയിലെ ആക്രമണവും അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. വെനസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക കടത്തിക്കൊണ്ടുപോകുന്നു. എത്രമാത്രം അപകടകരമാണ് അമേരിക്കയുടെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്? തീർച്ചയായും വളരെയധികം അപകടകരവും അപലപനീയവും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കാത്ത നടപടിയാണ് പ്രസിഡന്റ് ട്രംപ് എടുത്തിരിക്കുന്നത്. ട്രംപ് ഓരോ ദിവസം പോകുന്തോറും കൂടുതൽ അഗ്രസീവായിട്ടുള്ള നടപടികൾ എടുക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് അറിയില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ പടുത്തുയർത്തിയ ഒരു അന്താരാഷ്ട്ര സിസ്റ്റം ആകെ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഇത് മൈറ്റ് ഇസ് റൈറ്റ്, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, അത് കാരണം ഞാൻ എനിക്കിഷ്ടം പോലെ ചെയ്യും, എങ്ങനെ വേണമെങ്കിലും ഞാൻ മറ്റ് രാജ്യങ്ങളെയും ലോകത്തെയും പുതിയതായി എൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി വാർത്തെടുക്കും എന്നുള്ളൊരു സന്ദേശമാണ് ലോകമെമ്പാടും അയക്കുന്നത്. ഇത് ട്രംപ് ചെയ്യുന്നതിന് മുമ്പ് ഇസ്രയേൽ ഓൾറെഡി പശ്ചിമേഷ്യയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതും അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ്. ഇതിപ്പോൾ ട്രംപ് കൂടി നേരിട്ട് ചെയ്യുകയും മാത്രമല്ല, വെനിസ്വേല ഒരു ഉദാഹരണം മാത്രമാണ്. ട്രംപിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ട്രംപിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഓൾറെഡി ക്യൂബയിൽ ഉന്നം വെച്ചിട്ടുണ്ട്, ഗ്രീൻലൻഡിൽ ഉന്നം വെച്ചിട്ടുണ്ട്. ഗ്രീൻലൻഡ് കടന്നാക്രമിച്ചു എന്ന് വരില്ല, എങ്കിലും ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും കൂടി ഒരു സംയുക്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതി വരെ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഇത്രയധികം പ്രഷറും ഡെൻമാർക്കിൻ്റെ മുകളിൽ ചെലുത്തുമ്പോൾ നാച്ചുറലി അവർ പോലും ഞങ്ങൾ കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾക്ക് എന്താണ് താല്പര്യം, എന്താണ് ആവശ്യമെന്ന് പറയുക. അപ്പോൾ ഒരു ഇൻഡയറക്റ്റായിട്ടും അവരെ ഫോഴ്സ് ചെയ്ത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴിയൊരുക്കുക എന്നതാണ് ട്രംപിൻ്റെ തന്ത്രം. സോ ഇതെല്ലാം ഒരു ഇമ്പീരിയലിസ്റ്റ് കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ആധുനിക ലോകത്തിൽ 2026 ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് വഴിയൊരുക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി വളരെയധികം ഭയത്തോടു കൂടിയേ നമുക്ക് നോക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു പരിധിവരെ ഇന്ന് അമേരിക്ക വളരെ പ്രബലമായ രാഷ്ട്രമാണ്. അവർക്ക് ടെക്നോളജി ഉണ്ട്, മിലിറ്ററി സ്ട്രെങ്ത് ഉണ്ട്, പണമുണ്ട്, എന്തും ചെയ്യാൻ തയ്യാറായ ഒരു നേതൃത്വമുണ്ട് എന്ന ആ ഒരു സ്ഥിതിവിശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തിരിച്ച് അതിനൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് കൂടുതൽ ടെററിസം ആയിരിക്കും. അപ്പോൾ ലോകമെമ്പാടും അസ്ഥിരത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. മൺറോ ഡോക്ട്രിൻ ഒന്ന് പൊടിതട്ടിയെടുത്തിട്ട് ഒരു ഡോൺറോ ഡോക്ട്രിനിലേക്ക് ട്രംപ് വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വെനസ്വേല? തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം, വെനസ്വേല ഓയിൽ വെൽത്ത് തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. അതും പരസ്യമായി തന്നെ അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വെനിസ്വേലയിൽ നിന്നും അമേരിക്കൻ കമ്പനികളെ പുറത്താക്കി നാഷണലൈസ് ചെയ്ത് തെറ്റാണ്, ആ തെറ്റിന് പകരം വീട്ടും എന്നുള്ളൊരു മെസ്സേജ്
ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ട്രംപിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് നോബൽ പ്രൈസ് നൽകിയ വെനിസ്വേലയുടെ ഒപ്പോസിഷൻ ലീഡർ ഓൾറെഡി പ്രഖ്യാപിച്ചിരിക്കുന്നു, പുതിയ ഭരണം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാജ്യത്തെ അമേരിക്കയുടെ എനർജി ഹബ്ബാക്കി മാറ്റും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇന്ന് അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് തന്നെ എണ്ണ ഉൽപ്പാദനമുണ്ട്. അവർക്ക് അത്ര വലിയൊരു ആവശ്യമില്ല വെനിസ്വേലയുടെ ആ റിസോഴ്സസ് മുഴുവൻ കയ്യിലെടുക്കാനായിട്ട്. മാത്രമല്ല സോളാർ എനർജിയും മറ്റ് റിന്യൂവബിൾ എനർജിയൊക്കെ വളരെ വേഗതയിൽ വളർന്നു വരികയാണ്. പക്ഷേ വെനിസ്വേലയുടെ ഓയില് റഷ്യക്ക് ചൈനയ്ക്ക് പോകുന്നു ഏറ്റവും പ്രധാനമായി. അത് കൂടാതെ വെനിസ്വേലയും ആ ഓയിൽ വെൽത്തും പിടിച്ചെടുത്താൽ ലോകമെമ്പാടും ഒരു പുതിയ സാമ്രാജ്യത്വത്തിന് വഴി ഒരുക്കാനുള്ള ലക്ഷ്യങ്ങൾ കൂടിയാണ്. മാത്രമല്ല മുഴുവൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനും നൽകുന്ന ഒരു സന്ദേശമാണ്. മൺട്രോ ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഞങ്ങൾ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഇടപെടുന്നില്ല, ഇത് നോർത്ത് അമേരിക്കയിൽ മാത്രം ഫോക്കസ് ചെയ്യും എന്നുള്ള ഒരു ഡോക്ട്രിനായിരുന്നു. പക്ഷെ ഇവിടെ നോർത്ത് അമേരിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഭരണകൂടങ്ങളെ മാറ്റിയെടുക്കാനായി, അമേരിക്കയെ അനുകൂലിക്കുന്ന ഭരണകൂടങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി ഞങ്ങൾ വേണ്ടി വന്നാൽ മിലിറ്ററിയിൽ ഇടപെടും, അവരുടെ നേതാക്കന്മാരെ കിഡ്നാപ്പ് ചെയ്ത് ഞങ്ങളുടെ രാജ്യത്ത് കൊണ്ടുപോകും, വിചാരണയ്ക്ക് വെക്കും എന്നെല്ലാം പറയുന്നത് തികച്ചും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തികളാണ്. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഒരു നിലപാട് എന്താണ്? ഇന്ത്യ വളരെ സൂക്ഷ്മതയോടെ ഒരു ദിവസത്തിന് ശേഷമാണ് ഒരു നിലപാട് അറിയിക്കുന്നത്. എത്രമാത്രം അനുകൂലമാണ് വെനസ്വേലയ്ക്ക്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യയുടെ നിലപാട് എനിക്ക് വ്യക്തിപരമായി സംതൃപ്തി നൽകുന്ന ഒരു നിലപാടല്ല. നമ്മൾ അതിൽ ഊന്നൽ നൽകിയിരിക്കുന്ന വെനസ്വേലൻ ജനങ്ങൾക്ക് അപകടമൊന്നും സംഭവിക്കരുത്, നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഈ എടുത്ത നടപടി ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ച് നമ്മളൊന്നും പ്രതിപാദിച്ചിട്ടില്ല. മാത്രമല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ബന്ധപ്പെട്ട കക്ഷികൾ ചർച്ചകളിലൂടെ സമാധാനപരമായി ഇത് റിസോൾവ് ചെയ്യണം എന്നുള്ളത് അതൊരു അർത്ഥശൂന്യമായ സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുമ്പ് ഹാജരാക്കി വിചാരണ നടക്കുമ്പോൾ വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് വെനിസ്വേലയുടെ ടെറിട്ടറി ഇൻവേഡ് ചെയ്ത് മിലിറ്ററി അറ്റാക്സ് നടത്തി ഒരു കാരണവശാൽ അവർ ഒരു പ്രകോപനവും നടത്തിയിട്ടില്ല. അപ്പോൾ ആ നടപടികളൊക്കെ അപലപിക്കാതിരിക്കുന്നത് തെറ്റാണ്. ഇതും വൺസ് അഗെയിൻ ഒരു കണ്ടിന്യൂവേഷനാണ്. നമ്മൾ ഗാസയുടെ സിറ്റുവേഷൻ എടുത്താൽ അല്ലെങ്കിൽ പാലസ്റ്റീനിൻ്റെ സിറ്റുവേഷൻ എടുത്താൽ നമ്മൾ ഹിസ്റ്റോറിക്കലി ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടേഴ്സ് ആയിരുന്ന ഒരു രാജ്യമാണ് പാലസ്റ്റീനിയൻ അവകാശങ്ങൾക്ക് വേണ്ടി, പാലസ്റ്റീനിയൻ നാഷണലിസത്തിന് വേണ്ടി. പക്ഷേ സൗത്ത് ആഫ്രിക്കയാണ് പാലസ്റ്റീനിയൻ ഇഷ്യൂ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊണ്ടുപോയത്. ഇത് വംശഹത്യയാണെന്ന് പറഞ്ഞ് അവർക്ക് അനുകൂലമായ വിധിയും ലഭിച്ചു ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ. അതിലൊക്കെ ഇന്ത്യ ഒരു പങ്കാളി പോലും ആയില്ല. അപ്പോൾ ഒരു വശത്ത് അമേരിക്കയെ പ്രീണിപ്പിക്കുക എന്നൊരു നയമാണ് നമ്മൾ നടപ്പാക്കുന്നത്. അത് അമേരിക്കയെ ദേഷ്യപ്പെടുത്തരുത്, ശത്രുവാക്കായി മാറ്റരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനത്തെ നിലപാടുകൾ എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ശക്തമായി അപലപിച്ചാൽ നമുക്ക് ഒരു നഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളൊരു പൊസിഷൻ ഓഫ് പ്രിൻസിപ്പിളായിരിക്കും പറയുന്നത്. ഇത് നമ്മൾ എന്നും എടുത്തിട്ടുള്ളൊരു നിലപാടാണ് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ. പക്ഷെ അതേസമയം മറുവശത്ത് അമേരിക്കയും ഈ ടാരിഫ്സിൻ്റെ കാര്യത്താണെങ്കിലും പാകിസ്ഥാൻ അനുകൂലമായ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കശ്മീരിൽ ഇടപെടും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിലായിരുന്നാലും എല്ലാം ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു നിലപാടല്ല എടുക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇന്ത്യയോട് ഒരു ബിഗ് ബുള്ളി എന്ന ഒരു പൊസിഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ ഒരു പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യക്കാർക്ക് എന്നെ സന്തോഷിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അതെ, ഈ ടാരിഫ്സിന്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ മോദിക്ക് എന്നെ ഇഷ്ടമല്ല എന്നും പറഞ്ഞു. മോദി നല്ല മനുഷ്യനാണ്. അതെ, അല്ല. സോ വൺസ് അഗെയിൻ നമ്മുടെ പോളിസി ഈസ് റിഡിൽഡ് വിത്ത് കോൺട്രഡിക്ഷൻസ്. ഒരു വശത്ത് അമേരിക്ക പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു, മറുവശത്ത് അത് നമ്മളെ ബാധിക്കുമ്പോൾ അല്ലല്ല ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത്, നിങ്ങൾ ഈ ടാരിഫ്സ് കുറയ്ക്കണം എന്നൊക്കെ നമ്മൾ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യം വളരെ വ്യക്തമായ ഫോറിൻ പോളിസി പൊസിഷൻ സ്വാതന്ത്ര്യ സമരം തൊട്ട് എടുത്തിട്ടുള്ളൊരു രാജ്യം, സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് തന്നെ
സാമ്രാജ്യത്യ നടപടികളെ എതിർത്തിട്ടുള്ളൊരു രാജ്യം. നമ്മൾ എന്നും നമ്മുടെ ആദർശങ്ങൾക്ക് അനുസൃതമായ നിലപാടെടുക്കണം. ഒരു ഷോർട്ട് ടേം ഗെയിനിന് വേണ്ടി അമേരിക്കയെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വിജയിക്കില്ല. മാത്രമല്ല ഈ അമേരിക്ക ഈ ബിഗ് ബുള്ളി എന്താണ് സ്കൂൾ ബുള്ളി എന്നൊക്കെ പറയുന്ന പോലെ അവരെ പ്രീണിപ്പിക്കും തോറും അവർ കൂടുതൽ നമ്മുടെ തലയിൽ കയറും. അപ്പോൾ അതായിരിക്കും നമ്മൾ അമേരിക്കയിൽ നിന്നും കാണുന്നത്. നമ്മൾ വ്യക്തമായ നിലപാടെടുക്കണം. ഒരു ഡെമോക്രസിക്കുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ ഒരു ഏകാധിപത്യ രീതിയിലുള്ള ഒരു ഭരണക്രമം കൊണ്ടുവരാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നു എന്ന് പറയാൻ കഴിയും. തീർച്ചയായും ഇന്നത്തെ ലോക സാഹചര്യം എടുത്തു നോക്കിയാൽ ലോകമെമ്പാടും അതോറിറ്റേറിയൻ റൂളേഴ്സും റൈസ് ചെയ്ത് വരുവാണ്. വളരെയധികം പവറോടുകൂടി അവരുടെ രാജ്യങ്ങൾ ഭരിക്കുകയാണ്. അതോറിറ്റേറിയനിസം വലിയൊരു തിരിച്ചുവരവ് ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നടത്തിയിരിക്കുകയാണ്. ഡെമോക്രസി ഒരു റിസഷനിലാണ്. വേണ്ടി വന്നാൽ ഡെമോക്രസി മരിക്കുന്നു എന്ന് തന്നെ പറയാം. ചിലരെല്ലാം പറയുന്നത് ഡെമോക്രസീസ് കമ്മിറ്റിംഗ് സൂയിസൈഡ് എന്നാണ്. സോ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വലിയൊരു പിന്നോട്ട് പോക്ക് അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുകയും അതോറിറ്റേറിയനിസം തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ എലക്റ്റഡ് അതോറിറ്റേറിയൻസ് ആണ് ഏറ്റവും വലിയൊരു ഭീഷണി. ബിക്കോസ് അവർക്ക് യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിലും ആ ഒരു ഡെമോക്രാറ്റിക് കവറുണ്ട്, ഒരു ഫെസാഡുണ്ട്. നമ്മൾ ഓർക്കണം, ഹിറ്റ്ലർ പോലും ഒരു പോപ്പുലർ ഇലക്ഷനിലാണ് ആദ്യമായിട്ട് ഭരണത്തിൽ വന്നത്. അപ്പോൾ അതേ സ്ഥിതിയാണ്. ആൻഡ് ഇവര് ഈ ഒരിക്കൽ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ആ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെയും പൊളിറ്റിക്കൽ സിസ്റ്റത്തെയും ആകെ അട്ടിമറിച്ച് സ്ഥിരമായി ഭരണത്തിൽ നിൽക്കാനുള്ള ശ്രമങ്ങളാണ് പല എലക്റ്റഡ് അതോറിറ്റേറിയൻസും ചെയ്യുന്നത്. ഇതെല്ലാം തീർച്ചയായും ലോകത്തിന് ഒരു ഭൂഷണമല്ല, നല്ല കാര്യമല്ല, ലോകത്തെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വസ്തുതയാണ്. അത് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ വെനസ്വേലയുടെ ഭരണാധികാരിയും ഒരു ഏകാധിപത്യ രീതിയിലായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഏകാധിപത്യ ഭരണകൂടത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭരണാധികാരിയെ ഇല്ലാതാക്കിക്കൊണ്ട് ട്രംപ് ലോകത്തിന് ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഈ മറുവശത്ത് നടക്കുന്നുമുണ്ട്. അല്ല, വെനസ്വേലയിലെ ഭരണാധികാരി ഏകാധിപതിയായിരുന്നു എന്നുള്ളത് അമേരിക്കയുടെ വാദമായിരുന്നു, അല്ലെങ്കിൽ ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട വാദമായിരുന്നു. അവിടെയും എലക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ എലക്ഷൻസ് ഫ്രീ ആൻഡ് ഫെയർ അല്ലായിരുന്നു എന്ന് അവിടുത്തെ പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട്. ഇതെല്ലാം വസ്തുതകൾ തന്നെയാണ്. എന്നാലും നമ്മുടെ ലോക ചരിത്രം എടുത്തു നോക്കിയാൽ സോവിയറ്റ് യൂണിയൻ ഒരു ഉദാഹരണത്തിന്, സോവിയറ്റ് യൂണിയൻ തകർന്നത് അവരുടെ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് കൊണ്ടാണ്. അതിനുശേഷം ഒരു ഒരു ബിഗിനിങ്സ് ഓഫ് ഡെമോക്രസി ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും പുടിൻ എന്ന ഒരു ഏകാധിപതിയിലേക്ക് വീണ്ടും തിരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഏകാധിപത്യം മാറ്റി ജനാധിപത്യം സ്ഥാപിക്കാൻ സാധിക്കും ഒരു രാജ്യത്തിൽ എന്നതിനെക്കുറിച്ച് ഒരു ക്ലിയർ ബ്ലൂ പ്രിൻ്റ് ഇല്ല. ആർക്കും അത് പറയുവാൻ സാധിക്കില്ല. ഇന്ന നടപടികൾ എടുത്താണ് നമ്മളൊരു ഏകാധിപത്യ രാജ്യത്തെ ജനാധിപത്യ രാജ്യമായി മാറ്റുന്നു എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒരു ഏകാധിപതിയെ മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ ഒരു സാമ്രാജ്യത്വം അവിടെ സ്ഥാപിക്കുന്നത് കൊണ്ട് വെനിസ്വേലൻ ജനതയ്ക്ക് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല, ലോകത്തിനും ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ട്രംപിനെ പോലുള്ള മറ്റ് അതോറിറ്റേറിയൻ ലീഡേഴ്സിന് പ്രചോദനം നൽകുന്നതായിരിക്കും. ഓൾറെഡി ആൾക്കാർ പറയുന്നുണ്ട് ചൈനയ്ക്ക് ഇത് തൈവാനുമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അവർ നാളെ അത് ചെയ്യുമോ? ചൈന മാത്രമല്ല, ഇപ്പോൾ തന്നെ നമ്മൾ ലോകത്തെടുത്ത് നോക്കിയാൽ ഈ അടുത്ത കാലത്ത് UAEയും സൗദിയും യമനിൽ 2 ഡിഫറെൻറ്റ് ഫാക്ഷൻസിനെ പിന്തുണച്ചുകൊണ്ട് അവിടെ ഒരു യുദ്ധം നടത്തുകയാണ്. ടർക്കിയും ഇസ്രയേലും കൂടെ ചേർന്ന് അമേരിക്കയുടെ സഹായത്തോട് ഇടപെട്ടാണ് സിറിയയിലെ ഭരണകൂടം മാറ്റിയെടുത്തത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ലോകത്താകെ അസ്ഥിരത വളരുകയാണ്. അതുകൊണ്ട് സമാധാനമോ ജനങ്ങളുടെ ഒരു നന്മയോ പ്രോസ്പെരിറ്റിയോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതകളല്ല നമ്മൾ കാണുന്നത്. ചരിത്രമെടുത്തു നോക്കിയാൽ ഏകാധിപത്യ ഭരണകൂടങ്ങൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ സത്യം മറച്ചു വെക്കുന്നത് കൊണ്ട്, വാർത്തകൾ പുറത്തു വരാതിരിക്കുന്നുണ്ട്, പരസ്യമായ വിമർശനമില്ലാത്തത് കൊണ്ട്, ഒരു അപ്പിയറൻസിന് എന്തോ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ഉള്ള ഒരു പ്രചരണം ഉണ്ടാകും. അത് ജനങ്ങൾ വിശ്വസിച്ചു എന്നും വരും. പക്ഷേ ആ യാഥാർത്ഥ്യം
അറിയുമ്പോൾ, അല്ലെങ്കിൽ അന്വേഷിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഭരണകൂടം മാറി ഒരു സ്വതന്ത്ര ഭരണകൂടം വരുമ്പോൾ എത്രത്തോളം പൊള്ളയായിരുന്നു ആ അവകാശവാദങ്ങൾ എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ വരും. അത് തന്നെയായിരിക്കും ഇവിടുത്തെ സ്ഥിതി. വെനസ്വേലയിൽ നമുക്കറിയാം പ്രസിഡന്റിനെയും ഭാര്യയുമാണ് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് പ്രസിഡന്റിനെ ചുമതല വഹിക്കുന്നത്. അവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ ഇലക്ഷനിൽ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഈ മരിയ കൊറീനോ മച്ചാഡോ പോലുള്ള പ്രതിപക്ഷ നേതാക്കൾ ഒളിവിലുമായിരുന്നു. അവർക്ക് സമാധാനത്തിൻ്റെ നൊബേൽ പ്രൈസ് കൊടുക്കുമ്പോൾ പോലും ട്രംപ് അതിനെ സമീപിച്ച രീതി നമുക്കറിയാവുന്നതാണ്. ട്രംപിന് വളരെ അധികം താല്പര്യമൊന്നും ഇല്ലാത്തൊരു നേതാവാണ് മരിയ കൊറീനോ മച്ചാഡോ എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ ഭരണത്തിലേക്ക് വരുമോ? അങ്ങനെ ഒരു പ്രതിപക്ഷ പാർട്ടിയെ ഒരു പാവ സർക്കാരാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമായിരിക്കുമോ അമേരിക്കയിൽ നടത്താൻ പോകുന്നത്? അമേരിക്ക അവിടെ ഭരണം കൈയാളും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്നും വ്യക്തമല്ല. ഒരു വശത്ത് ട്രംപും പറഞ്ഞിരിക്കുന്നത് മാർക്കോ റൂബിയോ വെനിസ്വേല ഭരിക്കുമെന്നാണ്. മാത്രമല്ല മാർക്കോ റൂബിയോ വെനിസ്വേലയിലെ ഇപ്പോൾ ഇൻറ്ററിം പ്രസിഡൻ്റായി ചാർജ് എടുത്ത വൈസ് പ്രസിഡൻറ്റുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആൻഡ് ട്രംപ് തന്നെ പറഞ്ഞു, എനിക്ക് അവരെ അറിയാം, അവർ നല്ല സ്ത്രീയാണ്, അവരുമായി ഞങ്ങൾ ചർച്ചകളിലാണ്. അതേസമയം അവർ വെനിസ്വേലയിൽ ചെയ്തത് ക്യാബിനറ്റിലെ മറ്റംഗങ്ങളെല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നണിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് വ്യക്തമല്ല. അവർ യഥാർത്ഥത്തിൽ അമേരിക്കയുമായ ഒരു ഡീല് നടത്താൻ തയ്യാറാണോ, അല്ല ഹാർഡ് കോറായി തന്നെ അമേരിക്ക എതിർത്തുകൊണ്ട് നിൽക്കുമോ, എത്ര കാലം നിൽക്കും എന്നുള്ളത് അറിയാത്തൊരു ഫാക്ടറാണ്. അതേസമയം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തിൽ ഈ മരിയ കൊറീനോ മച്ചാഡോ നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ തന്നെ അത് ട്രംപിന് സമർപ്പിച്ചു. ഇപ്പോഴും അവർ പറയുന്നത് ഞാൻ ട്രംപിനെ പോയി കണ്ട് ഇത് ട്രംപിന് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിനോട് ഒരു സൈക്കോഫെൻസി കാണിക്കാനുള്ള ശ്രമങ്ങൾ അവിടുത്തെ പ്രതിപക്ഷവും വേണ്ട വിധത്തിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിലേ ഇത് വ്യക്തമാകുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു ജനതയെ, ഒരു ഭരണകൂടത്തെ വിദേശത്തു നിന്നും പിടിച്ചെടുക്കുക, അവരെ അമേരിക്ക നേരിട്ട് ഭരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതേസമയം ഇത്രയും എളുപ്പത്തിൽ വെനിസ്വേലയിൽ ലാൻഡ് ചെയ്ത് പ്രസിഡന്റിനെയും ഭാര്യയെയും കിഡ്നാപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളിൽ നിന്നും അവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. പ്രസിഡന്റിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും CIA നിരീക്ഷിച്ചിരുന്നു, അകത്തു നിന്നുള്ള ആൾക്കാർക്കിൻ്റെ നിന്നും ഇൻഫർമേഷൻ കിട്ടിയിരുന്നു എന്നെല്ലാം വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അമേരിക്കയുടെ അടുത്ത നടപടികൾ, അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ആ എനർജി റിസോഴ്സസിനെ കയ്യിലാക്കുക, വേറെ എന്തെങ്കിലും മിനറൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതും അവരുടെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിലെ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. വെനിസ്വേലയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 30 ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു എലക്ഷൻ, പ്രസിഡന്റ് ഇല്ലാതായാൽ ഒരു എലക്ഷൻ ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എലക്ഷൻ പ്രഖ്യാപിച്ച് എലക്ഷനിലൂടെ വേണമെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു ഓപ്പോസിഷൻ ഭരണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇൻറ്ററിം പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഭരണകൂടവുമായി എന്തെങ്കിലും ഒരു കോംപ്രമൈസോ ഒരു തീർപ്പോ ഉണ്ടാക്കാൻ സാധിക്കും. സോ ഈ അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു പ്രഡിക്ഷൻ നടത്താൻ എളുപ്പമല്ല. അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലുകൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. പല രാജ്യങ്ങളും അതിനെ എതിർത്തുകൊണ്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെനസ്വേല ആണെങ്കിൽ ഹ്യൂഗോ ഷാവേസിൻ്റെ എതിർപ്പ് നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം അമേരിക്കയ്ക്കെതിരെ നിന്നിട്ടുണ്ട്. അതിനുശേഷം മദൂറോയുടെ നിലപാടുകളും അങ്ങനെയാണ്. ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ ഈ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രം അത് ഒന്ന് പറയാമോ? അതൊരു നീണ്ട ചരിത്രം തന്നെയാണ്. അതിൽ പല ആദ്യം നേതൃത്വം വഹിച്ചത് ക്യൂബ തന്നെയാണ്, ഫിഡൽ കാസ്ട്രോ ആണ്. അതുപോലെ തന്നെ ചിലിയിൽ അയൻഡെ ഉണ്ടായിരുന്നു. അയൻഡയെ ഭരണത്തിൽ നിന്നും മാറ്റിയത് CIA ആണ്. ലാറ്റിൻ അമേരിക്ക ഇന്ത്യയെ പോലെ ഒരു വികസ്വര രാജ്യങ്ങളുടെ ഒരു കോണ്ടിനെൻ്റാണ്. അപ്പോൾ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. പിന്നെ എത്നിക്കലി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റീസാണ്. അതിൽ യൂറോപ്യൻ ഇൻഫ്ലുവൻസും ഉണ്ട്, അവിടുത്തെ നേറ്റീവ് ഇന്ത്യൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയ എമിഗ്രൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി കലർന്നു ചേർന്ന ഒരു സൊസൈറ്റിയാണ് അവിടുത്തെ ഭൂരിഭാഗം രാജ്യങ്ങളിലും. ഒരുപാട് മിനറൽ റിസോഴ്സസും ഉള്ള രാജ്യങ്ങളാണ്. സാമ്പത്തികമായി മുന്നോട്ട് പോയിട്ടുള്ള വികസനം ഒരു പരിധിവരെ കൈവരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. അതേസമയം അവിടെയും ഒരു എലീറ്റ് ഭരണമാണ്
ഭൂരിഭാഗം രാജ്യങ്ങളിലും ഒരു കംപ്ലീറ്റ്ലി ക്യൂബ ഒഴിച്ചാൽ വൺസ് അഗെയിൻ ആ ഒരു സോഷ്യലിസം അല്ലെങ്കിൽ ഉള്ള എത്ര ലിമിറ്റഡ് വെൽത്ത് ആണെങ്കിലും അത് പെർക്കുലേറ്റ് ചെയ്ത് ഒരു ഇക്വാളിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് വളരെ കുറവ് സ്ഥലങ്ങളിലേ ഉള്ളൂ. ഈ ചെറുത്തുനിൽപ്പും അമേരിക്കയോടുള്ള ചെറുത്തുനിൽപ്പ് എന്നും ലാറ്റിൻ അമേരിക്കൻ ജീൻസിൻ്റെ ഭാഗമാണ്. എന്നാൽ അതിനോടൊപ്പം ഈ ജനാധിപത്യത്തെ അട്ടിമറിച്ച് മിലിറ്ററി ഭരണത്തിൽ വരുന്നു, മിലിറ്ററി ഭരണത്തിൽ നിന്നും മാറി ജനാധിപത്യ ഭരണങ്ങൾ വരുന്നു. ഇതെല്ലാം നമ്മൾ അർജൻറ്റീനയിൽ മറ്റ് രാജ്യങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളതാണ്. പിന്നെ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഈ അവിടുത്തെ ആ ഒരു റീജിയനിലെ വലിയേട്ടൻ അമേരിക്കയാണ് എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ സൊസൈറ്റിയിലൊക്കെ കാണുന്ന ഒരു കോൺട്രഡിക്ഷൻ പോലെ ഒരു വശത്ത് അമേരിക്കയുടെ നടപടികളെ വിമർശിക്കാനായി ഇഷ്ടംപോലെ ബുദ്ധിജീവികളുണ്ട്. സാധാരണക്കാർ പോലും അമേരിക്ക വിമർശിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ഒരു അമേരിക്കൻ കൺസൽ ജനറൽ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരായി ചർച്ച നടത്തിയപ്പോൾ അവർ അതിശയപ്പെട്ടു പോയി, എന്തുകൊണ്ട് റഷ്യക്ക് ഇന്നും ഇവിടെ സപ്പോർട്ട് ലഭിക്കുന്നു, അമേരിക്കയ്ക്ക് ലഭിക്കുന്നില്ല. യുക്രൈൻ വളരെ വ്യക്തമായും തെറ്റ് റഷ്യയുടെ ഭാഗത്തായിരുന്നിട്ടും അത് പരസ്യമായി റഷ്യയെ വിമർശിക്കാൻ ആൾക്കാർക്ക് ഇവിടെ ഒരു മടിയുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, അതേസമയം നമ്മൾ അമേരിക്ക വിമർശിക്കുമ്പോഴും അമേരിക്കൻ വീസ നേടിയെടുക്കുക, അമേരിക്കയിലേക്ക് സാധിക്കുമെങ്കിൽ എമിഗ്രേറ്റ് ചെയ്യുക, ഗ്രീൻ കാർഡ് അവിടെ ലഭിക്കുക. ഇന്ന് അമേരിക്കയിൽ ഒരു ബന്ധുവില്ലാത്ത ഒരു ഇന്ത്യൻ എലീറ്റിൻ്റെ അംഗവും ഉണ്ടാവില്ല. അത്രയ്ക്ക് വികസിതമാണ് ഇന്ത്യ അമേരിക്ക പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട്സ്. സോ അമേരിക്ക ഒരു വശത്തിൽ എല്ലാവരും വിമർശിക്കുന്നു, മറുവശത്ത് എല്ലാവരുടെയും ആസ്പിറേഷൻ്റെ ഭാഗം കൂടിയാണ് അമേരിക്കയിൽ പോകാൻ സാധിക്കുക, അവിടെ പഠിക്കുക, അവിടെ ജോലി ചെയ്യുക, അവിടെ സ്ഥിരതാമസമാക്കുക എന്നുള്ളത്. സ്പാനിഷ് സ്പീക്കേഴ്സിൻ്റെ അമേരിക്കൻ പോപ്പുലേഷൻ ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനേക്കാൾ ഒരു 10-15 വർഷത്തിൽ വർദ്ധിക്കും എന്നാണ് ആൾക്കാർ കണക്കാക്കുന്നത്. ട്രംപ് തന്നെ മെക്സിക്കൻ ബോർഡറിൽ മതിൽ കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് ആർമിയും പോലീസും എല്ലാം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇല്ലീഗൽ ഇമിഗ്രേഷൻ നടത്താനായിട്ട്. ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സ് തന്നെ വിജിലാൻറ്റി ഗ്രൂപ്പ്സ് ഉണ്ടാക്കി ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉള്ള ഒരു കോണ്ടിനെൻ്റാണ് ലാറ്റിൻ അമേരിക്ക. പക്ഷേ ഇന്ന് ഈ ഒരു നടപടിയോടുകൂടി നമ്മൾ ഇതിനോടൊപ്പം ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ, അവിടെ നടത്തിയ ടാർഗറ്റഡ് കില്ലിങ്സ് ഇറാനിയൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അവരുടെ ജനറൽസിൻ്റെയും, അതുപോലെ ഇസ്രയേൽ ആ ഒരു റീജിയണൽ ഗാസയിൽ കാണിക്കുന്ന വംശഹത്യ മാത്രമല്ല, ആ റീജിയണൽ ഇസ്രയേൽ നടത്തുന്ന ഇടപെടലുകൾ, അത് ടെക്നോളജി ഉപയോഗിച്ച്, ആയുധബലം ഉപയോഗിച്ച് അമേരിക്കയുടെ എല്ലാവിധ സഹായങ്ങളും, സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങളും ഉപയോഗിച്ച് നടത്തുന്ന ഇടപെടലുകൾ എല്ലാം നമ്മൾ കണ്ടാൽ ഇവരുടെ ശക്തി അൺഡിനേബിളാണ്. അമേരിക്കയിൽ നിന്നും പറന്ന പ്ലെയിൻ പോയി ഇറാനിൽ ന്യൂക്ലിയർ ഷെൽട്ടേഴ്സ് ബോംബ് ചെയ്ത് തിരിച്ച് അമേരിക്കയിലേക്ക് പോയി. ആ ഒരു കഴിവ് വളരെ കുറവ് രാജ്യങ്ങൾക്കേ ഉള്ളൂ. ആർക്കെങ്കിലും അടുത്തെങ്കിലും എത്താൻ സാധിക്കുമെങ്കിൽ അത് റഷ്യയും ചൈനയുമാണ്. അവർക്ക് പോലും ഇത്രയ്ക്കൊരു എബിലിറ്റി ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല. അത് ആരും അവർ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഈ അമേരിക്കൻ സ്ട്രെങ്ത്, മിലിറ്ററി സ്ട്രെങ്ത്തും ആ ഒരു പൊളിറ്റിക്കൽ വില്ലും ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിനെ ചെറുത്ത് നിൽക്കുക, അതിനെ പ്രതിരോധിക്കുക, അതിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാക്കിക്കൊണ്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഈ ലാറ്റിൻ അമേരിക്കയിൽ ഒരു രാജ്യത്തിനും എളുപ്പമായിരിക്കില്ല. എങ്കിലും അവരാരും പെട്ടെന്ന് കീഴടങ്ങാൻ പോകുന്നില്ല. ഇടത് ഭരണകൂടങ്ങളാണല്ലോ മിക്കവാറും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഭരണം കൈയാളുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടത് പ്രതിരോധത്തെ കൂടി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടാവില്ലേ അമേരിക്കയ്ക്ക് സ്വാഭാവികമായിട്ട്? തീർച്ചയായും. പക്ഷെ നമ്മൾ അമേരിക്കൻ ഇടപെടൽ കണ്ടാൽ പലരും പറയുന്നത് പോലെ എവിടെ ഓയിലുണ്ടോ അവിടെ ഇടപെടും. ഒന്നുമില്ലാത്ത ഒരു രാജ്യത്തിൽ അവർക്ക് ഇടപെടാനായിട്ട് താല്പര്യമില്ല. പിന്നെ എല്ലാ രാജ്യങ്ങളും ഇടതാണെന്ന് പറയുന്നത് ശരിയല്ല. ഇടത് ഭരണമുള്ള രാജ്യങ്ങളുണ്ട്, അമേരിക്കയെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. സോ ഒരു മിക്സ്ഡ് പിക്ചറാണ് അവിടെ. എന്തായിരുന്നാലും അവിടെയുള്ള ഇടത് സർക്കാരുകളുടെ പ്രയോറിറ്റി അവരുടെ ഡൊമസ്റ്റിക് അഫയേഴ്സ് തന്നെയായിരിക്കും. ആ ഡൊമസ്റ്റിക് അഫയേഴ്സിൽ അമേരിക്ക കൈ കടത്താതിരിക്കുക,
മാത്രമല്ല അവർക്കെല്ലാവർക്കും അമേരിക്കയുമായി ട്രേഡ് ചെയ്യണം, അമേരിക്കയുമായി സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തണം എന്ന ആഗ്രഹം കൂടിയുണ്ട്. ഇപ്പോൾ വൺസ് അഗെയിൻ ക്യൂബയുടെ ഒരു ഉദാഹരണം എടുത്താൽ, ഞാൻ ക്യൂബ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. ക്യൂബ ചെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് ക്യൂബയിൽ പോയി തുടങ്ങിയാൽ തന്നെ ക്യൂബയുടെ സാമ്പത്തിക ചുറ്റുപാട് ആകെ മാറും. അത് വലിയൊരു ധനിക രാജ്യമായി മാറാൻ സാധിക്കും. ക്യൂബയ്ക്ക് ചുറ്റുമുള്ള ചെറിയ ചെറിയ ഐലൻഡ്സ് പോലും കംപ്ലീറ്റ്ലി അവരുടെ ഇക്കോണമി അമേരിക്കൻ ടൂറിസ്റ്റിലാണ് ഡിപ്പെൻഡൻറ്റ്. അവരെക്കാളൊക്കെ എത്രയോ കൂടുതൽ കാണാനും ആസ്വദിക്കാനും എല്ലാം ഉള്ള ഒരു രാജ്യമാണ് ക്യൂബ. പക്ഷേ ക്യൂബ തയ്യാറാണെങ്കിലും അമേരിക്ക അവരുടെ ടൂറിസ്റ്റിനെ അവിടെ പോകുന്നതിൽ തടയുന്നു, അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അത് എൻകറേജ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കയ്ക്ക് അമേരിക്ക ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നോക്കിയാൽ ഈ ട്രംപ് കഴിഞ്ഞും നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ തന്നെ ട്രംപ് വീണ്ടും എന്തെങ്കിലും തിരിമറി കാണിച്ച് അവിടെ വീണ്ടും മറ്റൊരു ടേമിന് വേണ്ടി കൂടെ ശ്രമിക്കുമോ എന്ന സംശയം പലരും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് കഴിഞ്ഞാൽ വരുന്ന JD വാൻസ് ട്രംപിനേക്കാൾ മെച്ചമായിരിക്കുമോ എന്നുള്ള സംശയവും പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു മാഗ ബേസ് അമേരിക്കയിൽ ശക്തമായി കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനെ തോൽപ്പിക്കാനുള്ള കഴിവ് ഡെമോക്രാറ്റിക് പാർട്ടിക്കുണ്ടോ, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഡെമോക്രാറ്റിക് പാർട്ടിക്കുണ്ടോ എന്നുള്ളതെല്ലാം ചോദ്യങ്ങളാണ്. ഇനി ട്രംപിസം തന്നെ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും കാണുന്നതാണ്. സോഫ്റ്റ് ഹിന്ദുത്വ എന്നൊക്കെ നമ്മൾ പറയല്ലേ, ഹിന്ദുത്വത്തെ നേരിടണമെങ്കിൽ സോഫ്റ്റ് ഹിന്ദുത്വമെങ്കിലും വേണം എന്നുള്ള ചില പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടുണ്ട്. അതുപോലെ തന്നെ അവിടെയും ഈ ട്രംപിസത്തെ നേരിടുവാനായി ഡെമോക്രാറ്റ്സ് പോലും ആൻറ്റി ഇമിഗ്രേഷനും അതുപോലെ ആൻറ്റി അബോർഷനും അങ്ങനത്തെ അജണ്ടയൊക്കെ സ്വീകരിക്കുമോ എന്ന് നമുക്കറിയില്ല. സൊറാൻ മംദാനിയെ പോലുള്ള ഒരാൾ വളരെ റെയറാണ്. ബേർണി സാൻഡേഴ്സ് വളരെ റെയറാണ്. അവരാണ് യഥാർത്ഥ ഇടതുപക്ഷവാദികളും ആകെ ഒരു ഐഡിയോളജിക്കലായി വിമർശിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതെല്ലാം ഒരു അമേരിക്കൻ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് എങ്ങോട്ട് പോകുന്നു, ഏത് ദിശയിലായിരിക്കും, ഈ ട്രംപിസം എത്ര കാലം നിലനിൽക്കും, ഈ നയങ്ങൾ എത്ര കാലം തുടരും എന്നുള്ളത് ട്രംപ് കഴിഞ്ഞിട്ടേ നമുക്ക് ഒരു കൺക്ലൂഷനിലെത്തുവാൻ സാധിക്കും. ഗ്രീൻലാൻഡിൽ ട്രംപ് ഒരു അവകാശവാദം ഉന്നയിക്കുകയാണ്. ഒരു സ്പേസ് സെൻറ്ററുണ്ട്, സ്പേസ് സ്റ്റേഷനുണ്ട് അമേരിക്കയ്ക്ക്, മിലിറ്ററി സ്റ്റേഷനാണ്. അതുമാത്രമല്ല ഐലൻഡ് മുഴുവനായി വേണം എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ വെനസ്വേലയിൽ ഇങ്ങനെ ഒരു അധിനിവേശം നടത്തി, മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. എങ്ങോട്ടാണ് ട്രംപിൻ്റെ ഒരു യാത്ര? എൻ്റെ ഒരു എസ്റ്റിമേഷനിൽ വൺസ് അഗൈൻ ട്രംപ് എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓരോ ദിവസവും നമ്മൾ പത്രം എടുത്ത് നോക്കുന്നത് ഇന്ന് ട്രംപ് എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു എന്നുള്ളതിന് വേണ്ടിയാണ്. പക്ഷെ എങ്കിലും എൻ്റെ ഒരു കണക്കുകൂട്ടൽ ട്രംപിന് ഗ്രീൻലൻഡ് ഇൻവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഡെൻമാർക്കിൻ്റെ മേലിലും മറ്റ് നേറ്റോ അലൈസ് ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അവരുടെ മേലിലും ഞാൻ ഇപ്പോൾ പിടിച്ചെടുക്കും എന്നുള്ള ഭീഷണി നടത്തിക്കൊണ്ട് ട്രംപിന് ആവശ്യമായ കാര്യങ്ങൾ അവിടെ നിന്നും നേടിയെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ തന്നെ ട്രംപിനെ എതിർക്കുമ്പോൾ പോലും ഗ്രീൻലൻഡിൻ്റെ നേതൃത്വം പറയുന്നത് ഞങ്ങൾ കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അതെ, അപ്പോൾ അവിടെയും റിസോഴ്സസ് ആണ് പ്രധാനം. മാത്രമല്ല ഐസ് മെൽറ്റ് ചെയ്ത് റഷ്യയുടെയും ചൈനയുടെയും മൂവ്മെൻറ്റ്സ് തടയണം, മോണിറ്റർ ചെയ്യണം, അങ്ങനത്തെ പോളിസീസാണ് പ്രധാനം. അമേരിക്കൻ മിലിറ്ററിക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് പ്രധാനം. അപ്പോൾ ഡയറക്റ്റായിട്ട് ഭരിച്ചാൽ നേടാവുന്ന കാര്യങ്ങൾ ഭരിക്കാതെ തന്നെ ഗ്രീൻലൻഡിൽ നിന്നും ഡെൻമാർക്കിൽ നിന്നും കിട്ടുമെങ്കിൽ ഞാൻ ഈ നേരിട്ട് വേണ്ടി വന്നാൽ ഞാൻ ഫോഴ്സ് ഉപയോഗിച്ച് കയ്യിലെടുക്കും എന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് ട്രംപിന് നേടുവാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും യഥാർത്ഥ ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ ടാരിഫ്സിൻ്റെ കാര്യത്തിൽ കണ്ടാൽ ട്രംപ് മുഴുവൻ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കെതിരെ 120% ടാരിഫ് ചുമത്തി. അത് കഴിഞ്ഞ് അത് വെട്ടിക്കുറച്ച് 20% മാറ്റി. പിന്നെ ചിലർക്ക് കൂടുതൽ, ഇന്ത്യക്ക് 50%. അങ്ങനെ ട്രംപ് ഓരോ രാജ്യങ്ങളുമായി കളിക്കുകയാണ്. ആദ്യം ഒരു ഭീഷണി മുഴക്കുക, പിന്നെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുക, പിന്നെ അല്പം പിന്നോട്ട് പോവുക. എൻഡ് റിസൾട്ട് ട്രംപിനാണ് നേട്ടം, അത് വ്യക്തമാണ്. അപ്പോൾ ഗ്രീൻലൻഡും ഡെൻമാർക്കുമായിട്ടും ഉള്ള സ്ട്രാറ്റജി അതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ വൺസ് അഗെയിൻ ഞാനത് ക്വാളിഫൈ ചെയ്യുന്നത് ട്രംപ് എന്ത് ചെയ്യുന്നുള്ള ആരും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പുള്ളിയുടെ എല്ലാ ആക്ഷൻസും റാഷണൽ അല്ല. പുള്ളി ഇങ്ങനെ കുറേ ഇമോഷൻസും പണ്ടെങ്ങാനോ ഉണ്ടാക്കിയിട്ടുള്ള ചില നിലപാടുകളും
എങ്ങനെയെങ്കിലും സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളാണ്. ഗുസ്താവോ പെട്രോയെ നമുക്കറിയാം, കൊളംബിയൻ ഭരണാധികാരി. അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിൽ UN ജനറൽ അസംബ്ലി പങ്കെടുക്കാൻ എത്തിയപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ ഇറങ്ങി അദ്ദേഹം പ്രതിഷേധം നടത്തിയ ആളാണ്. അതെ. കൊളംബിയക്കെതിരെ ഇപ്പോൾ ട്രംപ് നേരിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ക്യൂബയ്ക്കെതിരെ വന്നിരിക്കുന്നു, അതുപോലെ മെക്സിക്കോയ്ക്കെതിരെ സംസാരിക്കുന്നു. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മൊത്തത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ വെനസ്വേല സംഭവത്തിന് ശേഷം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മൊത്തത്തിലൊന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്കും കൂടി പോയിരിക്കുന്നു. ആ ഒരു നിലപാട് അത് ഈ ഒരു അധിനിവേശത്തിന്റെ ഒരു രീതിയിലേക്കാണോ ട്രംപ് പോകുന്നത് എന്നുള്ളൊരു സംശയം കൂടി ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഇമ്പീരിയലിസ്റ്റ് മെന്റാലിറ്റി ട്രംപിനുണ്ട്. അതാണ് നമ്മൾ വെനസ്വേലയിൽ കണ്ടത്. എന്നാൽ എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക ഇടപെടും എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. ഒരു പ്രധാന കാരണം അതിന് ഈ ട്രംപിനെ വിമർശിക്കുന്ന പുള്ളിയുടെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആൾക്കാരുണ്ട്. എന്തിന് ഇത് നടത്തി ട്രംപ്? യഥാർത്ഥത്തിൽ ഭരണത്തിൽ വന്ന് ഞാൻ എല്ലാ യുദ്ധങ്ങളിൽ നിന്നും പിന്മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് ഒരു ഫോറിൻ ഇൻവോൾവ്മെൻറ്റും വേണ്ട, ഒരു അമേരിക്കൻ ട്രൂപ്പും വിദേശ രാജ്യങ്ങളും ഉണ്ടാവരുത്. അതേസമയം ഇപ്പോൾ പുള്ളി പറയുന്നത് വേണ്ടി വന്നാൽ ഞാൻ വെനസ്വേലയിൽ അമേരിക്കൻ ട്രൂപ്സിനെയും അയക്കാൻ അധികാരത്തിലെത്തുമ്പോൾ യുദ്ധങ്ങളെ വേണ്ട എന്നുള്ള നിലപാടായിരുന്നു. ഇപ്പോൾ യുദ്ധസജ്ജനായിട്ടുള്ള ഒരു ട്രംപിനെയാണ് നമ്മൾ കാണുന്നത്. കറക്റ്റ്. സോ അതുകൊണ്ട് റിസോഴ്സസ് എവിടെയാണ് അമേരിക്കയ്ക്കും അമേരിക്കൻ ബിസിനസ്സിനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നോക്കിയായിരിക്കും ട്രംപിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഇൻ്റർഫിയറൻസും. പക്ഷെ അതേസമയം പണ്ട് ആ കോൾഡ് വാർ കാലഘട്ടം പോലെ CAA ഒക്കെ അഴിച്ചു വിടുകയാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. അതിനുള്ളിൽ പോയി ഓരോ രാജ്യങ്ങളിലും ചെന്ന് തിരിമറികൾ ഉണ്ടാക്കാം, ഭരണകൂടങ്ങളെ വീഴ്ത്താം, ഭരണാധികാരികളെ കൊല്ലുകയോ പുറത്ത് ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് പുറത്തു കൊണ്ടുവരികയോ ചെയ്യാം എന്നെല്ലാം ഉള്ളൊരു സ്വാതന്ത്ര്യം കൂടി ഈ നടപടിയിൽ നിന്നും ലഭിക്കുകയാണ്. അവർക്ക് ആ ഒരു മെസ്സേജ് ചെല്ലുവാണ്. നിങ്ങളുടെ ഇടയിൽ പണ്ട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അമേരിക്കൻ ഹിസ്റ്ററിയിൽ. അപ്പം നിങ്ങളുടെ ഇടയിൽ ഈ ഓവർ അംബിഷ്യസും ഓവർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചെല്ലു, ക്യൂബയുടെ ഭരണകൂടത്തെ വീഴ്ത്താൻ സാധിക്കും, നോക്കാം. നമുക്ക് വീണ്ടും ഒരു ബേ ഓഫ് പിഗ്സ് പോലത്തെ സംഭവം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയം ക്യൂബയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ. ബിക്കോസ് അതൊരു ലോങ് ടേം ഹിസ്റ്റോറിക്കൽ ഇഷ്യൂ ആണ്. ആൻഡ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഐസോറാണ് അത്. കാസ്ട്രോ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ചെറിയ രാജ്യം അമേരിക്കയെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. ഞങ്ങൾ റഷ്യയായിട്ടും ചൈനയായിട്ടും സോവിയറ്റ് യൂണിയനായിട്ടും എല്ലാം ബന്ധങ്ങൾ നിലനിർത്തും, വേണ്ടി വന്നാൽ അവരുടെ മിസൈൽസ് ഇവിടെ വയ്ക്കാൻ ഉള്ള അനുവാദം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ മാത്രമല്ല അമേരിക്കക്കുള്ളിലെ ഈ ക്യൂബൻ ഇമിഗ്രൻസ് അവർ വലിയൊരു പൊളിറ്റിക്കൽ ലോബിയാണ്. ആൻഡ് അവരെല്ലാവരും ഇന്നത്തെ ക്യൂബൻ ഭരണകൂടത്തിനെതിരാണ്. അപ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ കൂടെ ട്രംപിൻ്റെ മേലുണ്ടാവും എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ക്യൂബയുടെ റിസോഴ്സസ് അല്ല വലിയൊരു അട്രാക്ഷൻ, പക്ഷെ ആ ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും എവിടെയെല്ലാം അമേരിക്കൻ ബിസിനസ്സിന് നേട്ടമുണ്ടോ അവിടെയെല്ലാം ട്രംപ് ഏതെങ്കിലും വിധത്തിൽ ഇടപെടാൻ സാധിക്കും. എല്ലാ പ്രാവശ്യവും മിലിറ്ററി അയച്ച് ലീഡറെ കിഡ്നാപ്പ് ചെയ്യണം ആയിരിക്കില്ല. ഞാൻ നേരത്തെ ഗ്രീൻലൻഡ് കാര്യം പറഞ്ഞതുപോലെ അൾട്ടിമേറ്റ്ലി അവരുടെ പോളിസീസ് ട്രംപിന് അനുകൂലമായാൽ പിന്നെ എന്തിനാ ഒരു തലവേദന? അവിടെ പോയി ഭരിക്കുന്ന ഒരു തലവേദന, അവിടെ പോയി ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു തലവേദനയുടെ ആവശ്യമില്ലല്ലോ. ലോകത്തിന് മുമ്പിൽ അമേരിക്ക വയ്ക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇങ്ങനെ ഒരു മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി ചിത്രീകരിക്കപ്പെടുന്നത്? യാഥാർത്ഥ്യമുണ്ട്, അപ്പോഴും ഇതൊരു വലിയ സംഗതിയായി ചിത്രീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു ഇടപെടലിന് വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി തന്നെയാണ്. ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ യാഥാർത്ഥ്യമുണ്ട്. അതേസമയം അത് തടയാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ അവരുമായി സഹകരിച്ച് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നടപടികൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള അമേരിക്കൻ ഭരണകൂടങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊരു ഇൻക്രിമെൻ്റൽ പ്രോസസ്സായിട്ട് നടന്നു വന്നിരുന്നതാണ്. മാത്രമല്ല ഡ്രഗ്സ് തടയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ അമേരിക്കയ്ക്കുള്ളിലാണ് വേണ്ടത്. വിദേശ രാജ്യത്ത് പോയി ഇടപെടുന്നതുകൊണ്ട് ഡ്രഗ് ഫ്ലോ ഒന്നും തടസ്സപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ അത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് അതിന് ഉള്ള പ്രതിവിധി. എന്തായിരുന്നാലും ഇതൊരു റീസണായിട്ട് അവർ പറയുന്നു. ട്രംപ് കുറച്ചുകൂടെ ഇങ്ങനെ ഇപ്പോൾ വെനസ്വേലയിൽ ഇടപെട്ടു, ഒരു ഓപ്പോസിഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നു. അതിനുശേഷവും ഡ്രഗ് ഫ്ലോ അമേരിക്കയിലേക്ക് നിലയ്ക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അധികം സമയം വേണ്ട അതിന്. ഇപ്പോൾ അമേരിക്കൻ അതിർത്തി പങ്കിടുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്ന് പറയുന്നത് മെക്സിക്കോയാണ്.
മെക്സിക്കോയിൽ നിന്നാണ് മയക്കുമരുന്ന് വരുന്നതെന്ന് പറഞ്ഞാണ് ട്രംപ് അവിടെ ഒരു വലിയ മതിൽ നിർമ്മിക്കുന്നു. അനധികൃത കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നതിനെ എതിർക്കുന്നതിന് വേണ്ടി കൂടിയാണ് അങ്ങനെ ഒരു മതിൽ നിർമ്മിക്കുന്നത്. ഈ വെനസ്വേലയെ ഈ ഒരു പിക്ചറിലേക്ക് കൊണ്ടുവരുന്നത്. വെനസ്വേല അങ്ങനെ ഒരു ക്രിമിനൽ രാജ്യമാണ്, അങ്ങനെ ഒരു മയക്കുമരുന്ന് നിർമ്മിക്കുന്ന രാജ്യമാണോ? മയക്കുമരുന്ന് നിർമ്മിക്കുന്നതല്ല, ഇതെല്ലാം വളർത്തി അല്ലെങ്കിൽ ഒരു ട്രാൻസിറ്റ് പോയിൻ്റായിട്ട് കടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ചാവേസിൻ്റെയും അതിന് ശേഷമുള്ള ഭരണാധികാരികൾ അവരുടെ രാഷ്ട്രീയ നയങ്ങൾക്കും അമേരിക്കയോടുള്ള ഐഡിയോളജിക്കൽ എതിർപ്പിനും നേരിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആരോപണമാണ് ഇത്. അമേരിക്കയിലെ കോടതികൾ പ്രസിഡന്റിനെതിരെ ഒരു ഇൻഡൈറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളായിരുന്നു. അതിനുശേഷം അതിന് തുടർച്ചയായിട്ടാണ് ഇയാളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നു, അറസ്റ്റ് ചെയ്തു, കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു, ഇനി അവിടെ ന്യൂയോർക്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണല്ലോ വാർത്തകൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കിയാലേ അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും ഒരു എത്ര വലിയ ഏകാധിപതിയായിരുന്നാലും ഒരു പ്രസിഡന്റ് ചെയ്യുന്ന കാര്യമല്ല ഡ്രഗ് സ്മഗ്ലിംഗ് എന്നൊക്കെ പറയുന്നത്. അറ്റ് മോസ്റ്റ് അവർ വേണ്ട നടപടികൾ എടുത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടായേക്കാം. പക്ഷെ മനഃപൂർവ്വം ഒരു ഡ്രഗ് സ്മഗ്ലിംഗ് റെജീം നടത്താൻ ഇത്രയും ഓയിൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യത്തിൻ്റെയും പ്രസിഡന്റിന് ആവശ്യമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ സാങ്ഷനുകൾ നിലവിലുള്ളപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തപ്പോൾ അവർ മറ്റു രീതികളിലേക്ക് നീങ്ങി എന്നുള്ള ഒരു ന്യായീകരണമാണ് ട്രംപ് നടത്തുന്നതെന്ന് തോന്നുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു പ്രതികരണത്തെക്കുറിച്ചാണ്. ഈ ഒരു വിഷയത്തിൽ വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ കുറച്ച് രാജ്യങ്ങൾ അതിനെ അനുകൂലിക്കുകയാണ്, ട്രംപിന് അനുകൂലമായി നിലപാടെടുക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ നിസ്സംഗമായിട്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്? വളരെ നിസ്സംഗം എന്ന് പറയുന്നത്, ഒന്നാമത് അന്താരാഷ്ട്ര സമൂഹം എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി അല്ല, പല രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹമാണ്. അതിൽ ശക്തമായ അപലപിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട്, റഷ്യയും ചൈനയുടെയും നേതൃത്വത്തിൽ തന്നെ. അതിൻ്റെ രാഷ്ട്രീയം നമുക്ക് അതെ. പക്ഷെ അതുപോലെ തന്നെ അനുകൂലിക്കുന്ന അതിൽ ഏറ്റവും സർപ്രൈസിംഗ് ആയിരുന്ന പാശ്ചാത്യ രാജ്യങ്ങളാണ്, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെയാണ്. അപ്പോൾ അതിലും ഒരുപാട് ന്യൂവൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് പാലസ്തീൻ ഇഷ്യൂ തന്നെ എടുത്താൽ, അവിടെയെല്ലാം ഒരു കാലഘട്ടത്തിൽ ഇസ്രയേലിനെ എന്നും പിന്തുണച്ചിരുന്ന രാജ്യങ്ങൾ പോലും അല്പം പിന്മാറി പാലസ്തീനെ റെക്കഗ്നൈസ് ചെയ്യുകയും ഇസ്രയേൽ ചെയ്യുന്നത് ഗാസയിൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പരസ്യമായി പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ ഈ വെനസ്വേലയിലെ ആ ഒരു ഭരണകൂടത്തിനെതിരെ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഇലക്ഷൻസ് ഫ്രീ ആൻഡ് ഫെയർ അല്ലായിരുന്നു എന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ഒരു നിലപാടെടുത്തിരുന്നു. അപ്പോൾ ആ നിലപാടിൽ നിന്നും അവർക്ക് പിന്മാറാൻ സാധിക്കുന്നില്ല. ട്രംപ് ചെയ്തതിനോട് അവർക്ക് സന്തോഷം ഇല്ലെങ്കിലും, അത് മുഴുവനായി ന്യായീകരിക്കാൻ പറ്റില്ലെങ്കിലും, അവർ ഒരു അല്പം നിസ്സംഗമായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് റഷ്യയും ചൈനയും ഇപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ ഒരു വോട്ടിന് പോയാൽ ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായും അമേരിക്ക വിമർശിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും കൂടുതൽ. UN സെക്യൂരിറ്റി കൗൺസിൽ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അവിടെ 5 രാജ്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ആ 5 രാജ്യങ്ങളിൽ 2 രാജ്യങ്ങൾ ഒരു വശത്തും ബാക്കി 3 രാജ്യങ്ങൾ മറുവശത്തുമാണ്. അതുകൊണ്ട് അതൊരു ഇൻ്റർനാഷണൽ സൊസൈറ്റി ഡിവൈഡഡ് ആണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇൻ്റർനാഷണൽ സൊസൈറ്റി ന്യൂട്രലാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല.